കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിൽ ഗേറ്റ്സ്, ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്, പ്രിൻസ് ആൻഡ്രൂ, ഇലോൺ മസ്ക്, പിന്നെ അനിൽ അംബാനി പോലെയുള്ള വലിയ വലിയ പേരുകൾ സമൂഹത്തിൽ വീണ്ടും ചർച്ചയാവാൻ തുടങ്ങിയത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യുഎസ് ഗവൺമെന്റ് അവരുടെ വെബ്സൈറ്റിലൂടെ എപ്സ്റ്റീൻ ഫയൽസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നത്, പബ്ലിഷ് ചെയ്തിരുന്നു. ആ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഈ വലിയ വലിയ പേരുകൾ വീണ്ടും വിവാദത്തിൽ ഏർപ്പെടുന്നത്. അതിനുശേഷം ഈ ഫയൽസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭീകരമായിട്ടുള്ള വിവാദത്തിലേക്ക് എത്തുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കക്കാരൻ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ്. ഡിഗ്രി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ. അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്കൂൾ ടീച്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം വളരെ കുറച്ച് കാലം മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. ആ സ്കൂൾ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അതിനുശേഷം അദ്ദേഹം ഒരു ഫിനാൻഷ്യറായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഫിനാൻഷ്യലായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശൃംഖല വിപുലമായിട്ട് വിപുലീകരിക്കുകയാണ്. ആ സമയത്തൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ബന്ധം ശക്തമാവുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഡൊണാൾഡ് ട്രംപ്, ബിൽ ക്ലിന്റൺ, ബിൽ ഗേറ്റ്സ്, പ്രിൻസ് ആൻഡ്രൂ, പിന്നീട് വന്ന എലോൺ മസ്ക്, അനിൽ അംബാനി പോലുള്ള വലിയ വലിയ ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടാവുന്നതും. അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ എപ്സ്റ്റീൻ ഫയൽസിലൂടെ യുഎസ് ഗവൺമെൻറ് പുറത്തുവിട്ടതും പിന്നീട് അത് ഭീകരമായിട്ടുള്ള വിവാദത്തിലേക്ക് എത്തുന്നത്. ഈ സമൂഹത്തിലുള്ള ഉന്നതന്മാരായിട്ട് ബന്ധമുണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത്. അദ്ദേഹം ഒരു ദ്വീപ് മുഴുവൻ വാങ്ങിച്ചിരുന്നു. ആ ദ്വീപിലാണ് അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായിട്ടും നടത്തിയിരുന്നത്. ഏറ്റവും ഭീകരമായിട്ടുള്ള സെക്സ് റാക്കറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഏതാണ്ട് 36ഓളം പെൺകുട്ടികളെയാണ് അദ്ദേഹം റേപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ മിക്ക കേസുകൾക്കും തെളിവില്ല. കുറച്ച് ചില കേസുകൾക്ക് മാത്രമാണ് തെളിവുണ്ടായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ 2008 ഫ്ലോറിഡയിലുള്ള ജയിലിൽ അടയ്ക്കുന്നതും പിന്നീട് 13 മാസത്തിന് ശേഷം അദ്ദേഹം പുറത്തു വരുന്നതൊക്കെ. പിന്നീട് 2019 വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും ആ വർഷം തന്നെ അദ്ദേഹം ആ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിനുള്ള കണക്ഷൻസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്. ആ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് യുഎസ് ഗവൺമെൻറ് പുറത്തുവിട്ടതും പിന്നീട് അത് ഭീകരമായിട്ടുള്ള വിവാദത്തിലേക്ക് എത്തിയതൊക്കെ. അപ്പോൾ ഇതാണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വളരെ ചുരുക്കമായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.